ചിന്നു എടി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, തോൽക്കാൻ റെഡിയാണോ? ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വട്ടേ ചോദിക്കുള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, അവിടെ ഒരു ശ്രീലങ്കൻ ബുള്ള് നിൽക്കുന്നുണ്ട്. അവിടെ ആ ബുള്ളിന് പുല്ല് കൊടുക്കുന്നത് ഇന്ത്യക്കാരാണ്, ബുള്ള് ചാണകം ഇടണത് പാകിസ്ഥാനിലാണ്. അങ്ങനെ ആ ബുള്ളിനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ അവകാശി ആരാണ്? ഇന്ത്യക്കാരാണോ, ശ്രീലങ്കക്കാരാണോ, പാകിസ്ഥാൻകാരാണോ? പാകിസ്ഥാൻകാരായിരിക്കും പറയാ. കാരണം അത് പ്രസവിക്കുകയാണെങ്കിൽ ബാക്കി കൂടെ പ്രസവിക്കുമ്പോൾ പാകിസ്ഥാനിലല്ലേ എത്തുക. വയറ് കീറി മുറിച്ചെടുക്കണ പ്രസവമാണെങ്കിലോ? അങ്ങനത്തെ പ്രസവമായിരിക്കും. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശം ശ്രീലങ്കക്കാരല്ലേ? ബുള്ളിന്റെ അവകാശം ശ്രീലങ്കക്കാരാണല്ലോ. എനിക്കത് വേണോ മോനെ, വലിയ ഓറാക്കിയതല്ലേ. ഇതാണ് ഞാൻ ഇത്ര എളുപ്പത്തില് ഉത്തരം പറയാൻ ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, എത്ര യൂറോ ഇതിന്? 50 യൂറോ. ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരം പറയാം. ഇല്ല. ഓക്കെ, ഉത്തരം ഞാൻ പറയാം. ഉത്തരം പറയട്ടെ. ഇറ്റ്സ് എ ബുൾ. ബുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാള ഇസ് എ മെയിൽ കാള പ്രസവിക്കില്ല. ഒരു വഴി തലയില് പൂവും ചൂടി നടന്ന ഇതിലൂടെ.